ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. വലിയൊരു അനുഗ്രഹമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ്. ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്യാണ്. 7 വർഷങ്ങൾ സ്നേഹത്തിൽ ചാലിച്ച 14 ലക്ഷം പൊതിച്ചോർ. കഴിഞ്ഞ 2555 ദിവസവും ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന ഈ പൊതിച്ചോർ വിതരണം തുടരുകയാണ്. ഒരു തപസ്യ പോലെ നാടൊന്നാകെ ഏറ്റെടുക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ ജനസേവനത്തെ. ഈ പൊതിയിൽ എല്ലാമുണ്ട്, സ്നേഹവും സാന്ത്വനവും എല്ലാം. ഈ സേവനത്തിനാകട്ടെ സമാനതകൾ ഏതുമില്ല. ഒരുപക്ഷെ ഡിവൈഎഫ്ഐക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും ഇതുപോലൊരു ദൗത്യം ഇത്രയും വർഷം മുന്നോട്ട് കൊണ്ടുപോകാനും ആകില്ല. കഴിഞ്ഞ 2555 ദിവസവും ഈ നാടിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന. സ്നേഹവും കരുതലും ചാലിച്ച ഈ പൊതിച്ചോർ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളിലേക്കും കൂട്ടിരിപ്പുകാരിലേക്കും എത്തുമ്പോൾ രാഷ്ട്രീയം മറന്ന് അവർ പറയും, ഇതാണ് സേവന പ്രവർത്തനമെന്ന്. ഈ പൊതിച്ചോർ വാങ്ങിയവരിൽ പലരും ഡിവൈഎഫ്ഐ സഖാക്കൾ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് പൊതിച്ചോർ പൊതിഞ്ഞു നൽകിയവരാണ്. ആശുപത്രി കിടക്കയിൽ ഉറ്റവർ എത്തിയപ്പോൾ ധൈര്യത്തോടെ അവർ ഡിവൈഎഫ്ഐയെ കാത്തിരുന്നു. ഞങ്ങൾ പൊതിഞ്ഞു നൽകിയ പൊതിച്ചോർ മറ്റൊരു രൂപത്തിൽ തങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോൾ അവരും ആഹ്ലാദത്തിൽ. നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോരാൾ കുറച്ച് കൊടുക്കും, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളും കൊടുക്കലുണ്ടല്ലോ. ഒരു മാസമായി നമ്മളിവിടെ അഡ്മിറ്റായിട്ട്. അന്നേരം നമ്മൾ ഭക്ഷണം വാങ്ങുന്നുണ്ട്. നല്ല ഭക്ഷണമാണ്. നല്ല കാര്യം. രോഗിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഉപകാരമല്ലേ? പക്ഷേ ആൾക്കാർ വന്നിട്ട് ഭക്ഷണത്തിന് നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആശ്വാസമല്ല. ഭക്ഷണം നല്ല പരിപാടി തന്നെയാണ്. ഇത് നല്ലൊരു കാര്യം ചെയ്യുന്നു ഡിവൈഎഫ്ഐ എന്നുള്ള അഭിപ്രായമുള്ളൂ. നമ്മളെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കുറേ കൊല്ലമായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. നല്ല ഭക്ഷണം തന്നെയാണ്. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. മുന്നേ അച്ഛൻ ആദ്യം ഇവിടെ അഡ്മിറ്റായപ്പോൾ വാങ്ങലുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ ആദ്യം. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കതൊരു നല്ല ഇതാണ്. പേരാവൂരിൽ ഈ പൊതിച്ചോർ ശേഖരിച്ച് രോഗികളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന TK ഷമേജ് ഭാര്യ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായപ്പോൾ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കൊണ്ടുവന്നില്ല. എന്ത് ത്യാഗം സഹിച്ചും തന്റെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ പൊതിച്ചോർ എത്തിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയായിരുന്നു ഷമേജിനും. അത് തെറ്റിയതുമില്ല. അവർ വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾക്ക് ഈ പൊതിച്ചോറ് തരുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ്. കാരണം അവരൊക്കെ അനുഭവിച്ച ആൾക്കാരാണ്. ഈ പൊതിച്ചോറ് മേടിച്ച് കഴിച്ചിട്ടുള്ള ശീലമുള്ള ജനങ്ങളാണ്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്, 3 ആണോ 4 ആണോ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. വളരെ ആവേശപൂർവ്വമാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്. ഇത് ആ പൊതിച്ചോറ് എല്ലാവർക്കും കൊടുക്കുന്ന പൊതിച്ചോറ് എനിക്ക് മേടിക്കാൻ കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ അഡ്മിറ്റാണ്. അത് എനിക്ക് മേടിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഓരോ വീടുകളിലും എത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറിന് പറയുമ്പോൾ ഇല്ല എന്നൊരു വാക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെന്നാണ് ഈ സേവനത്തിന്റെ ഏറ്റവും വലിയ വിജയം. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആർക്കോ വേണ്ടി ഓരോ അമ്മമാരും ഭക്ഷണമൊരുക്കുന്നു. അത് വാട്ടിയ ഇലയിൽ കെട്ടി അതത് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഏൽപ്പിക്കുന്നു. ഒരു വലിയ സേവനത്തിന്റെ ഭാഗമായതിന്റെ സന്തോഷത്തോടെ നാടൊന്നാകെ എല്ലാ അതിർവരമ്പുകളും മറന്ന് കൈകോർക്കുന്നു എന്നത് തന്നെയാണ് ഈ പൊതിച്ചോർ വിതരണത്തിന്റെ രാഷ്ട്രീയമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഇതെല്ലാ രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകളും ഞങ്ങളുടെ ഭക്ഷണപ്പൊതിയുമായി സഹകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വിഭജനത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയൊക്കെ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാലത്ത് നമുക്കറിയാത്ത ഒരാളെ എങ്ങനെയാണ് കേരളം ചേർത്ത് പിടിക്കുന്നത്, അവരനോടുള്ള ഒരു കരുതൽ എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഇത് കാണും. അതാണ് ഇത് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം. 7ാം വർഷത്തിലേക്ക് കടന്ന പൊതിച്ചോർ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും എത്തി. ലോകത്ത് തന്നെ ഇത്തരമൊരു സേവന പ്രവർത്തനം ഇല്ലെന്ന് വൃന്ദയുടെ സാക്ഷ്യപത്രം. This is the only program in the whole world where
For so many years, such food packets are being distributed. Every day, 60,000 packets of food are distributed to the families of patients outside hospitals. മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ, ടി വി രാജേഷ്, വി കെ സനോജ്, എം ഷാജർ, അഡ്വക്കേറ്റ് കെ ജി ദിലീപ്, എം വി ഷിമ, പി എം അഖിൽ, മുഹമ്മദ് സിറാജ്, എ പി അൻവീർ, എം ശ്രീരാമൻ, കെ രജിൻ തുടങ്ങിയവരും 7ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു. വാർഷികത്തിന്റെ ഭാഗമായി പായസ വിതരണവും നടന്നു. കണ്ണൂർ, മയ്യിൽ, എടക്കാട്, അഞ്ചരക്കണ്ടി, മട്ടന്നൂർ, ഇരിട്ടി എന്നീ ബ്ലോക്കുകൾക്ക് കീഴിലെ യൂണിറ്റുകളാണ് വീടുകളിലെത്തി പൊതിച്ചോർ വാങ്ങുന്നത്. ഓരോ ദിവസവും ഓരോ ബ്ലോക്കുകൾക്കാണ് ചുമതല. മട്ടന്നൂർ ബ്ലോക്കിലെ പരിയാരം മേഖലാ കമ്മിറ്റിയാണ് തിങ്കളാഴ്ച പൊതിച്ചോർ എത്തിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണത്തെക്കുറിച്ച് ആദിയേ ഇല്ല. അത് ഡിവൈഎഫ്ഐയുടെ ഉറപ്പാണ്. ഏതു കൊടുങ്കാറ്റിലും തകരാത്ത ഉറപ്പ്. ലോകത്തിന് തന്നെ അത്ഭുതമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോർ വിതരണം. ഒരു ദിവസം സംസ്ഥാനത്താകെ 70,000 പേരിലേക്കാണ് ഇത്തരത്തിൽ പൊതിച്ചോർ എത്തുന്നത്. ഡിവൈഎഫ്ഐക്കല്ലാതെ മറ്റാർക്ക് പറ്റും ഇതൊക്കെ എന്ന് ചോദിച്ച് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയാണ് ആശുപത്രികളിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. മറ്റ് യുവജന സംഘടനകൾ അല്പം അസൂയയോടെയാണ് ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.